ടെക് വ്യൂ ലെസൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഇൻഹെറിറ്റൻസ്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇൻഹെറിറ്റൻസ് എന്ന കൺസെപ്റ്റ് നമുക്ക് പരിചയപ്പെടാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് തന്നെയാണ് ഇൻഹെറിറ്റൻസ് എന്നുള്ളത്. ഓക്കെ, സോ വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? Inheritance allows one class to reuse attributes and methods from another class. ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ ക്ലാസ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ്. ഇൻഹെറിറ്റൻസ് എന്ന കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ 2-3 ടേംസ് അറിഞ്ഞിരിക്കണം. ഒന്ന്, വാട്ട് ഈസ് ബേസ് ക്ലാസ്. അനദർ വൺ, വാട്ട് ഈസ് ഡിറൈവ്ഡ് ക്ലാസ്. The class that inherits from another class. ഒരു ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന ന്യൂ ക്ലാസ്. ദാറ്റ് ന്യൂ ക്ലാസ് ഇസ് നോൺ ആസ് ഡിറൈവ്ഡ് ക്ലാസ്. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ചൈൽഡ് ക്ലാസ് ഓർ സബ് ക്ലാസ്. ആൻഡ് ഏത് ക്ലാസ്സിൽ നിന്നാണോ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ആ ഒരു എക്സിസ്റ്റിംഗ് ക്ലാസ്, ദാറ്റ് എക്സിസ്റ്റിംഗ് ക്ലാസ് ഇസ് നോൺ ആസ് ബേസ് ക്ലാസ് ഓർ പാരൻറ്റ് ക്ലാസ്. അതർവൈസ് ഇറ്റ് ഇസ് നോൺ ആസ് സൂപ്പർ ക്ലാസ്. കൊടുത്തിരിക്കുന്ന ഫിഗറിൽ എ ഇൻഡിക്കേറ്റ്സ് ക്ലാസ് എ, ബി എന്ന് പറയുന്ന മറ്റൊരു ക്ലാസ് ബി. എ എന്ന ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സാണ് ബി. സോ എ എന്ന് പറയുന്നത് പാരൻറ്റ് ക്ലാസ്, ബി എന്ന് പറയുന്നത് ചൈൽഡ് ക്ലാസ്. എ ഈസ് ദ ബേസ് ക്ലാസ് ആൻഡ് ബി ഈസ് ദ ഡിറൈവ്ഡ് ക്ലാസ്. ഓക്കെ, ഇനി നമ്മൾ ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്യുമ്പോൾ C++ൽ എന്താണ് അതിൽ യൂസ് ചെയ്യുന്ന സിൻടാക്സ്. C++ൽ യൂസ് ചെയ്യുന്ന സിൻടാക്സ് നോക്കുക. ക്ലാസ് എന്ന കീവേഡ്, സ്പേസ്, സബ് ക്ലാസ് നെയിം, കോളൻ, ആക്സസ് മോഡ്, സ്പേസ്, ബേസ് ക്ലാസ് നെയിം. ഓക്കെ, ഈ ഒരു സിൻടാക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്ലാസ് എന്ന കീവേഡ് യൂസ് ചെയ്യുക, അത് കഴിഞ്ഞ് ചൈൽഡ് ക്ലാസിൻ്റെ പേര് കൊടുക്കണം, കോളൻ, ആക്സസ് മോഡ്, ആക്സസിബിലിറ്റി മോഡ് അവിടെ സ്പെസിഫൈ ചെയ്യണം, യൂഷ്വലി പബ്ലിക് കൊടുക്കാറുണ്ട്, സ്പേസ് ഇട്ടിട്ട് ബേസ് ക്ലാസിൻ്റെ നെയിം അവിടെ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ഇതാണ് അതിൻ്റെ സിൻടാക്സ്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. C++ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. C++ സപ്പോർട്ട്സ് 5 ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് and hybrid inheritance. So first one, single inheritance. It is the type of inheritance in which a derived class is inherited from one base class. ഒരു ബേസ് ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ഡിറൈവ് ചെയ്തെടുക്കുന്ന കൺസെപ്റ്റാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഇവിടെ ഒരു ബേസ് ക്ലാസ്സും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും മാത്രമേ കാണുള്ളൂ. A is the base class and B is the derived class. Okay, class A is the base class and class B is the derived class. Next, multi-level inheritance. Multi-level inheritance. When one class inherits another class which is further inherited by another class. That means ഒരു ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ട് ഇൻഹെറിറ്റൻസ് പോസിബിൾ ആക്കുന്ന ഒരു കൺസെപ്റ്റ്, ഒരു ടൈപ്പാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഇവിടെ നോക്കുക, ഈ ഫിഗറിൽ എ എന്ന ക്ലാസ്, ബി എന്ന ക്ലാസ്, സി എന്ന ക്ലാസ്. എ ബേസ് ക്ലാസ് ആണ്, എയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ബി എന്ന ക്ലാസ്, ബിയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് സി എന്ന ക്ലാസ്. സോ ബി ഈസ് ദ ചൈൽഡ് ഓഫ് എ ആൻഡ് സി ഈസ് ദ ചൈൽഡ് ഓഫ് ബി എന്ന് പറയും. സോ അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസിൽ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. അതിൻ്റെ ഒരു സിൻടാക്സ് നോക്കുമ്പോൾ ക്ലാസ് എ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, ക്ലാസ് ബി കോളൻ പബ്ലിക് എ എന്ന് പറഞ്ഞ ക്ലാസ് ബി എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്, എ എന്ന് പറയുന്നത് ബിയുടെ പാരൻറ്റ് ക്ലാസ്. അതുപോലെ ക്ലാസ് സി കോളൻ പബ്ലിക് ബി മീൻസ് സി എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്, അതിൻ്റെ പാരൻറ്റ് ബി എന്ന് പറയുന്ന ബേസ് ക്ലാസ്. ഓക്കെ, ഇതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് വൺ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. It is the process of deriving a new class that inherits the attributes from 2 or more classes. ഒന്നിൽ കൂടുതൽ ക്ലാസ്സസിൽ നിന്നും ഒരു ക്ലാസ് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. നമുക്ക് മറ്റൊരു അർത്ഥത്തിൽ പറയാം,
ഒരു ക്ലാസ്സിന് ഒന്നിൽ കൂടുതൽ പാരൻറ്റ് ക്ലാസ് ഉണ്ടാകും. ഓക്കെ, ബേസ് ക്ലാസ് ഒന്നിൽ കൂടുതൽ ഉണ്ടാകുന്ന കൺസെപ്റ്റാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. സോ ഇവിടെ ഈ ഒരു ഫിഗറിൽ സി എന്ന് പറയുന്ന ക്ലാസ് അത് ഏതൊക്കെ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നു? ക്ലാസ് എയിൽ നിന്നും ക്ലാസ് ബിയിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നു. സോ സി ഹാസ് 2 ബേസ് ക്ലാസ് എ ആൻഡ് ബി. ഒരു സ്ട്രക്ചർ, ഒരു സിൻടാക്സ് നോക്കുമ്പോൾ ക്ലാസ് എ അത് പാരൻറ്റ് ക്ലാസ് ഡിഫൈൻ ചെയ്യണം. ക്ലാസ് ബി എന്ന് പറയുന്നതും പാരൻറ്റ് ക്ലാസ് ആണ്. ക്ലാസ് സി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? പബ്ലിക് എ കോമ പബ്ലിക് ബി. ദാറ്റ് മീൻസ് സി എന്ന് പറയുന്ന ഡിറൈവ് ക്ലാസ്സിന് എ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സും ഉണ്ട്, ബി എന്ന് പറയുന്ന ബേസ് ക്ലാസ്സും ഉണ്ട്. സോ ഇതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് വരുന്നത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒരു സ്ട്രക്ചറിൽ വരുമ്പോൾ അത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. സോ ഈ ഒരു ഫിഗറിൽ എ എന്ന് പറയുന്ന ബേസ് ക്ലാസ്, അതിൻ്റെ 2 ചൈൽഡ് ബി ആൻഡ് സി. ആ ബി ആൻഡ് സി പാരൻ്റായിട്ട് ആ ബിയും സിയിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഡി എന്ന് പറയുന്ന ക്ലാസ്. സോ ഇവിടെ 2 കോമ്പിനേഷൻസ് ഒരുമിച്ച് വരുന്നത് കൊണ്ട് ഇത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ആകുന്നു. ഓക്കെ, ഈ ഒരു സിൻടാക്സ്, ഇങ്ങനെ ഒരു ക്ലാസ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് വരുമ്പോൾ അതിൻ്റെ ഒരു സിൻടാക്സ് പറയുന്നത് ക്ലാസ് എ ആദ്യം ഡിഫൈൻ ചെയ്യണം, പാരൻറ്റ് ക്ലാസ്. പിന്നെ ക്ലാസ് ബി ഡിഫൈൻ ചെയ്യാം, അത് എ എന്ന് പറയുന്ന പാരൻറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് ബി ഒരു ചൈൽഡ് ക്ലാസ്, സി ഒരു അനദർ ചൈൽഡ് ക്ലാസ്, അതും എയുടെ ഒരു ചൈൽഡ് ക്ലാസ്. ദെൻ ക്ലാസ് ഡി കോളൻ പബ്ലിക് ബി കോമ പബ്ലിക് സി, അതായത് ബിയും സിയും അതിൻ്റെ പാരൻ്റായിട്ട് വരുന്നു. ഈ ഒരു സിൻടാക്സ് ഫോളോ ചെയ്യുന്നതാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്ന ടൈപ്പ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. It is defined as the process of deriving more than one class from a base class. ഒരു ബേസ് ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. ആ ഒരു ബേസ് ക്ലാസ്സിൽ നിന്നും ഒന്നിൽ കൂടുതൽ ക്ലാസ്സസ് നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാം. ഒരു ഹൈറാർക്കി ഫോളോ ചെയ്യുന്നതാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ എ എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ്, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ബി, സി ആൻഡ് ഡി എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സസ്. ഇതിൻ്റെ ഒരു സിൻടാക്സ് പറയുമ്പോൾ ക്ലാസ് എ ബേസ് ക്ലാസ് ആണ്, ക്ലാസ് ബി പബ്ലിക് എ കൊടുക്കുമ്പോൾ എ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് ക്ലാസ് ബി. അതുപോലെ ക്ലാസ് സി അതും പബ്ലിക് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് തന്നെയാണ് സി എന്ന് പറയുന്ന ക്ലാസ്. അതുപോലെ തന്നെയാണ് ക്ലാസ് ഡിയും, അതിൻ്റെ പാരൻറ്റും എ എന്ന് പറയുന്ന ക്ലാസ് തന്നെയാണ്. സോ ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. സോ ഇത്രയും ആണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്. C++ൽ ഇൻഹെറിറ്റൻസ് എന്ന കൺസെപ്റ്റും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പും അത് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഒരു സിൻടാക്സും, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ടെക്വ്യൂ ലെസൺസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു ക്ലാസ്സുകളുമായി ഇനിയും വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.